Hey all, welcome back to Motorholic 390. നമ്മളിപ്പോൾ എവിടെയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാന്തമ്പുരാനിലെ ജഗന്നാഥൻ ഒറ്റ ദിവസം കൊണ്ട് ഒഴിപ്പിച്ചൊരു ചേരിയുണ്ട് ബോംബെയിൽ, ധാരാവി. ആ ധാരാവിയിലാണ് കാഴ്ച നമ്മളിപ്പോൾ ഉള്ളത്. ബാക്കി കാഴ്ചകൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് കാണാം. നമുക്ക് ധാരാവിയുടെ സ്ട്രീറ്റുകളിലൂടെ പോകാം. വേസ്റ്റ് കൂട്ടിയിട്ടുള്ളത് എൻ്റെ പൊന്നെ. ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോയെന്ന് ഇനി ആരും ചോദിക്കില്ല. ധാരാവി നമ്മൾ കണ്ടു. ധാരാവി പിന്നെ ഉള്ളിലേക്ക് ഓരോരോ സ്ട്രീറ്റുകളുണ്ട് കേട്ടോ. നമ്മൾക്ക് പിന്നെ ബൈക്ക് വെച്ച് പോകാൻ പറ്റില്ല. എല്ലാവരും പറഞ്ഞു ഇവിടെ സേഫ് അല്ല ബൈക്ക് വെച്ച് പോകണത്. തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ബൈക്ക് മാത്രം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ വീലൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ സീനൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ബൈക്ക് വെച്ച് പോവാതെ. ഓക്കെ, ധാരാവിക്ക് കുറേ സ്ട്രീറ്റുകളുണ്ട് ഗൈസ്. ധാരാവി ഈദ് മുബാറക്ക് ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇന്നലെയൊക്കെ. ധാരാവി എന്ന ചേരി. നിങ്ങൾ ആലോചിക്കണം, ഈ ചേരിയുടെ ഇവിടെ നമ്മൾ പാനിയർ ബോക്സൊക്കെ വെച്ചിട്ടാണ് പോണത്. എല്ലാവരും നോക്കുന്നുണ്ട് എന്തൊക്കെ കഥ. പക്ഷേ ധാരാവിൽ കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ വഴി തെറ്റുന്നുണ്ട് പറയാ. സംഭവം ശരിയാണ്. ധാരാവി എന്ന ചേരി ജഗന്നാഥൻ ശരിക്കും ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചതായിരിക്കോ? അടി പിടിച്ചുട്ടാ ഹമ്പി അടിയപ്പോ. സംഭവം ഇതൊരു ഏരിയ ചേട്ടാ, ഗല്ലി. ഇവിടെ വന്നൊക്കെ ചൊറയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല. സംഭവം ശരി തന്നെ. നോക്കി നിങ്ങൾ ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഒരു പവർ. തൊട്ടപ്പുറത്തോടെ മുംബൈ സിറ്റി, അതാ രസം. സിറ്റിയുടെ അതായത് സിറ്റിയുടെ ഫ്ലാറ്റുകളൊക്കെ അപ്പുറത്തേക്ക് ഉണ്ട്, നേരെ താഴ്ത്ത്. സംഭവം ധാരാളം മൂടാ. ഒരു നിമ്പു പാനി അടിച്ചാലോ? പൊട്ടമാണ് അവിടെ, വേണ്ട. ദാഹിച്ചിട്ട് പോയ ഗൈസ്. ബോംബെയുടെ ചേരികളിൽ നിന്നൊരു നിമ്പു സർബത്ത് അടിക്കണം. സംഭവം ഇത് വേറെ മൂടനേട്ടാ. ധാരാവി ഗല്ലിയാണ്, ഗല്ലി. സ്ട്രോങ് ആയിട്ടുള്ള ഗല്ലി. എന്ത് വള്ളി പൊട്ടിച്ച് കഴിഞ്ഞാലും ഇവിടെ സീനാ. ഇതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ എത്ര നേരമായി അറിയാം ഇതിനുള്ളിൽ കയറിയിട്ട്. ഇതുവരെ എനിക്ക് ഇതിൻ്റെ പുറം ഭാഗം ഔട്ട് സൈഡ് കിട്ടിയിട്ടില്ല കേട്ടോ. അതായത് പുറത്തേക്ക് കിടക്കാനുള്ള വഴി കിട്ടിയിട്ടില്ല. ഇതിങ്ങനെ ചേരി തിരിഞ്ഞ് ഇങ്ങനെ പോവാ. കണ്ടോ, അടുത്തൊരു കോളനിക്ക് എത്തി. ഇങ്ങനെ ഫുള്ള് കോളനിയാണ് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിൽ അതേപോലെ ഉണ്ടോ ചെറിയ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ലെഫ്റ്റിക്ക് ഒരു വഴി കണ്ട.
ഇതൊക്കെ ഓരോ വഴികളാട്ടോ, ഇതൊക്കെ ഓരോ കടകളും ചേരികളൊക്കെ അതിനുള്ളിലൊക്കെ. പിന്നെ ഇന്നലെ ഈദ് മുബാറക്കിൽ നടന്നേ, അത് കാരണം ഇന്ന് കുറേ ഷോപ്പുകളൊക്കെ അടവാട്ടോ. അല്ലെങ്കിൽ ഇതൊന്നല്ല ഒന്നും കൂടി ക്രൗഡറായിരിക്കും. ഇന്നലെയൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു. ഷോ അയ്യോ ഫുൾ സീനാണെന്ന് ഇന്നലെ. അപ്പോൾ ധാരാവിയുടെ ഉള്ളിൽ നിന്ന്, അതായത് ചേരികളുടെ ഉള്ളിൽ നിന്ന് നൈസായിട്ടൊന്ന് പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ധാരാവി ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ, ഇതിൻ്റെ ഒക്കെ ഇടകളിലും വഴിയുണ്ട്, ഇതിൻ്റെ ഒക്കെ ബാക്കിലും വഴിയുണ്ട് കേട്ടോ. ഫുള്ള് സീനാണ് ധാരാവി. ഷോ വണ്ടികളൊക്കെ കിടക്കണ നോക്കി, എന്തോരം വണ്ടികളാണെന്ന് അറിയാം. നല്ല വണ്ടികൾ ഒക്കെ ടയർ ഫ്ലാറ്റായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നറുനാശമായി എടുക്കണ കഴിച്ച്. അപ്പം നീ നമുക്ക് നേരെ ധാരാവിയിൽ നിന്ന് ഷാരൂഖ് ഖാൻ്റെ വീടൊന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ, മന്നത്ത്, ഷാരൂഖ് ഖാൻസ് മന്നത്ത്. അപ്പം നമ്മൾ മന്നത്തിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ധാരാവി കണ്ടു കഴിഞ്ഞു. മന്നത്ത്, ഷാരൂഖ് ഖാൻസ് മന്നത്ത്. ഓക്കെ, ലെറ്റ്സ് സീ. ഓ ബ്ലോക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തള്ളി പോകണം, നമുക്ക് കാല് വെച്ച് കൊടുക്കണം കേട്ടോ. പക്ഷെ മുട്ടൻ ബ്ലോക്കാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നിൽക്കാൻ പോയിട്ട് കാല് വെക്കാൻ പോയിട്ട് നമുക്ക് കാല് കുത്താൻ സാധില്ല. ഓ ലെഫ്റ്റ് സൈഡ് പിടിയായിരിക്കും നല്ലതല്ലേ? വേണ്ട. ഇവിടെ പൊല്യൂഷൻ ഭയങ്കര ശോകമാണ് കേട്ടോ. ശോകം മീൻസ് ഭയങ്കര ഒടുക്കത്തെ പൊല്യൂഷനാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഒരു കാണുന്ന ദൂരത്തുള്ള സിറ്റി പോലും ഭയങ്കര ഫ്ലാറ്റുകൾ പോലും വിസിബിൾ അല്ല. അത്രയും പൊല്യൂട്ടഡ് ആണ് കേട്ടോ ഈ സിറ്റി. ഹെവി പൊല്യൂട്ടഡ് ആണ്. കണ്ടോ ആ സൈഡിലൊക്കെ ഫ്ലാറ്റുകൾ, അതൊന്നും കറക്റ്റ് വിസിബിൾ അല്ല ഗൈസ്. ഒക്കെ ബ്ലറായിട്ടാണ് നിൽക്കണേ. ഓ ജീവനോക്കിയേ ആ മോനെ. GMC മോനെ. എന്തൊരു സാധനല്ലേ, ഹെഡ്ലൈറ്റിൻ്റെയും മിററിൻ്റെ ഒക്കെ സൈസ് കാണണം കൈസ്. വണ്ടി എന്നെക്കാൾ വലിപ്പാ. ഞാൻ നിന്നിട്ട് വണ്ടിയുടെ ബോണറ്റിൻ്റെ അത്രയ്ക്ക് ഉള്ളൂ. എന്തൊരു സാധനല്ലേ ഈ സാധനല്ലേ മല്ലൂട്ട. അത് GMC അല്ല അല്ലേ? ഓ ദേ റാംഗ്ലർ എടുക്കണു. റാംഗ്ലർ പിന്നെ ഞാൻ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. വട്ടായി പോയിട്ട് കഴിച്ചു. എന്തോരം വണ്ടികൾ 7 Series ഒക്കെ ടയർ ഫ്ലാറ്റായിട്ട് എടുക്കണോ. എത്ര വണ്ടികളാണെന്നറിയോ? GMCയുടെ കേസിൽ ഞാൻ ഷാരൂഖ് ഖാനെ മറന്നുപോയി ഗൈസ്. നമുക്ക് ലെഫ്റ്റ് പോവാം. ഞാനങ്ങോട്ട് അലിഞ്ഞു പോയി ഗൈസ് അതിൽ. നമ്മൾ പിന്നെ മോട്ടോഹോളിക് വണ്ടി ഭ്രാന്തനാണല്ലോ, മോട്ടോഹോളിക്. നമ്മളതിൽ അലിഞ്ഞു പോവല്ലോ. എനിക്ക് വീണ്ടും ഒന്ന് അങ്ങോട്ട് പോയാൽ കൊള്ളാതുണ്ട് ആക്ച്വലി. വണ്ടി എന്തൊരു സാധനം. വേറെ മൂട്. ഇവിടുന്ന് ഞങ്ങളുടെ കുഞ്ചു നേരല്ലേ?
പ്രീമിയം കാഴ്ച എന്നൊരു വിലയില്ലാത്ത പോലെ അവിടെ ഞാൻ കാണണേ. എന്തോരം വണ്ടികളോ ഇതേ പോണ ഓടി അതൊക്കെ കിഡ് A4 എന്തോരം വണ്ടികളൊന്നും അറിയും എന്തോരം. ഇനി ഡൽഹി എത്തിയത് ഇതിനാളെ ഇരട്ടിയാവും തോന്നുന്നുണ്ട് എനിക്ക്. ദ സിറ്റി ഓഫ് ഡ്രീംസ് മുംബൈ, അങ്ങനെയാണല്ലോ മുംബൈനെ അറിയപ്പെടുന്നത്, സിറ്റി ഓഫ് ഡ്രീംസ്. ഇതെന്ത് സംഭവമുണ്ടോ ഇത്? അതെ അതെ അതെ, ഇവിടെ തന്നെയാട്ടാ മറ്റേ സൽമാൻ ഖാന്റെ വീടും. ഇതേ കിടക്കണ നോക്കി മറ്റേ സാധനം വോക്സ് വാഗന്റെ. എന്നിട്ട് അതിന്റെ പേര്, അയ്യോ പേര് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ബീറ്റിൽ യാ ബീറ്റിൽ, വോക്സ് വാഗൻ ബീറ്റിൽ. ഒമ്പോ ഒരു സ്പ്രെഡ് സാധനം എടുക്കണ്ട അതിൻ്റെ ഉള്ളിൽ. അതേതാ വണ്ടി? പഴയ ഏതോ വണ്ടിയാ. ഈ സ്ട്രക്ചറൊക്കെ നോക്കിയേ, ഒരു ഓൾഡ് വൈബ് അല്ലേ. ഒമ്പോ പഴയ 1 2 3 കണ്ട സാധനം. മുംബൈയിൽ കാണാൻ വണ്ടി പ്രാന്തൻ ഇവിടെ വന്നാൽ സാറ്റിസ്ഫൈഡ് ആവും ഗൈസ്. നമ്മൾ പറയില്ലേ ദുബായി പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി പ്രാന്തന് പറ്റിയ ലോകമാണ്, അതുപോലെ മുംബൈ വന്ന വണ്ടി പ്രാന്തൻ നമ്മളിവിടെ അങ്ങ് ഇതായി പോവും. കാണാൻ ഇതാണ് ഷാരൂഖ് ഖാൻസ് മന്നത്ത്. ഐ തിങ്ക് ദിസ് ഈസ് ഷാരൂഖ് ഖാൻസ് മന്നത്ത് ബ്രോ, അല്ലേ? ഇതന്നെടാ, ഇതന്നെ ഇതിന്റെ മുകളിൽ നിന്നിട്ടാണ് പുള്ളിക്കാരൻ മറ്റേ സാധനം അടിക്കാറ്. മന്നത്ത്, MANNT മന്നത്ത്. ഷാരൂഖ് ഖാനെ കാണാൻ വേണ്ടിയാണ് ഇത്രയും തിരക്ക്, വേറൊരു തിരക്കില്ലാണ്ട് ഇവിടെ. ഷാരൂഖ് ഖാൻ ഖാ മന്നത്ത്. എന്ത് തിരക്കുണ്ടോ? അതാണ് റൈറ്റ് സൈഡിലാണ്, അങ്ങോട്ട് ഇനി പോകാൻ പറ്റില്ല. ഒന്നുകൂടി ഇറങ്ങി വരണം. അവിടെ വണ്ടി നിർത്താൻ പറ്റുമോന്ന് അറിയില്ല ഗൈസ്, എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും ഒരു തിരക്കില്ലൊരു മനുഷ്യല്ലാട്ടാ. ആ പുള്ളിയുടെ വീടാണുള്ളതാ, അതിന് മുമ്പിൽ നോക്കിക്കോട്ടോ നിങ്ങള്. മുട്ടൻ തിരക്ക്, മുട്ടൻ ക്രൗഡ് ഇടോ. ഇതിലേതെങ്കിലും ഒരു ചള്ളയില് വണ്ടി ഒതുക്കാൻ പറ്റുമോ നോട്ടെ. യെസ് എന്നുള്ള പേരിന് മുമ്പിൽ ഫോട്ടോ എടുക്കാനുള്ള തിരക്കൊക്കെ. ഇവരുടെ പുള്ളിക്കാരൻ വന്ന് നിൽക്കുക. തിരക്ക് നോക്കിയേ. കാണുന്ന ജനങ്ങൾ മൊത്തം ഷാരൂഖ് ഖാൻ ഒന്ന് കാണാൻ വന്നിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ഷാരൂഖ് ഖാന്റെ മന്നത്ത് കാണാൻ വന്നിട്ടില്ല കേട്ടോ ആൾക്കാരോട്ടോ. ഇവിടെ മാത്രമേ തിരക്കുള്ളൂ, രണ്ടു വീട് അപ്പുറം തിരക്കില്ല. സീൻ തന്നെ ഇഷ്ടം. പുള്ളിക്കാരാണ് അങ്ങനെ ഇരുന്ന് വരുന്നില്ല കേട്ടോ പുറത്തേക്ക്. എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ അങ്ങനെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഷാരൂഖ് ഖാൻ്റെ മന്നത്തിൽ നിന്ന് ഇറങ്ങിയാണ് ഗൈസ്. ഞാൻ വിളിച്ചു നടന്നു, സലൂനെ വിളിച്ചു, സൽമാനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഷാരൂഖിനെ വിളിക്കാൻ. അങ്ങനെ ഷാരൂഖിനെ വിളിച്ചു, ഒന്നും നടന്നില്ല. നോക്കിയത് നിങ്ങൾ, ഞാൻ ചുമ്മാ പറഞ്ഞാ, നിങ്ങൾ നോക്കിയത് നിങ്ങൾ ഇത്രയും ജനങ്ങൾ മൊത്തം ഷാരൂഖ് ഖാൻ ഒരു നോട്ടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുള്ളൂ. പക്ഷെ ഇവർക്ക് ആർക്കും അറിയാത്തൊരു സത്യമുണ്ട്, പുള്ളിക്കാരെല്ലാം സൺഡേ മാത്രമേ വരുള്ളൂ ആൾക്കാരെ കാണാൻ, അല്ലെങ്കിൽ സംതിങ് സ്പെഷ്യൽ ഡേയ്സ്, ആളുടെ ബർത്ത്ഡേ അങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ആൾ വരുള്ളൂ. ഓക്കെ, അപ്പം ഇനി നമ്മൾ മന്നത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ സൽമാൻ ഖാൻ്റെ വീട്ടിൽ പോവാം. സൽമാനെ നിന്നെ പറഞ്ഞല്ല കേട്ടാ, സൽമാൻ ഖാനെ പറഞ്ഞേ. ഈ രാജ്യമായിട്ടുള്ള സൽമാൻ കണ്ടവേ മുമ്പിൽ പറയും എൻ്റെ വീടാന്ന് ചോദിക്കും. സംഭവം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ. അതാണ് കുറേ വായെന്ന് ബളവളാന്ന് പറഞ്ഞിട്ട് വരണേ. ഹമ്മറും GMC കണ്ടതിലേ ഞാൻ ഭയങ്കര ഹൈപ്പായി. ഉണ്ടാകുന്ന ക്ഷീണം, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഉണ്ടാകുന്ന ക്ഷീണമൊക്കെ പോയി, ഭയങ്കര എനർജറ്റിക്കായി. എന്തിട്ട് സൊപ്പോയതില്ലേ ഹമ്മറും ഒക്കെ. GMC, oof man, can't believe bro. മന്നത്തിൽ നോക്കിയുള്ള വ്യൂ ഒക്കെ നോക്കിയേ, ഏത് രസമായിരിക്കൂലേ. സൽമു, നമുക്കിനി സൽമുനാണ്ട് പോവാം.
സൽമാൻ ഖാനും ഷാരൂഖ് ഖാൻ്റെയും മാത്രമല്ല കേട്ടോ, വേറെ ലോട്ട് ഓഫ് VIPs ഹോംസ് ഇവിടെ ഉണ്ട്. പിന്നെ അവർ നമുക്കറിയില്ല. പിന്നെ കാണേണ്ടത് അംബാനിയുടെ, അത് കുറച്ച് ദൂരം പോകാണ്ട്. പിന്നെ അംബാനിന്നൊക്കെ പറയണത് ആളൊരു റിച്ചസ്റ്റ് പേഴ്സൺ മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ വലിയ. ഇപ്പോൾ ഷാരൂഖ് ഖാനൊക്കെ പറയുമ്പോൾ നമുക്ക് പുള്ളിക്കാരൻ ഇഷ്ടമാണല്ലോ. എങ്ങനെ ആസ് എ ഫാൻ ബോയ് നമുക്ക് ആളെ കാണണമെന്നോ അല്ലെങ്കിൽ ആളുടെ ഒരു സെറ്റ് കാണണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അംബാനി നമുക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ലോ. ഈസ് എ റിച്ചസ്റ്റ് പേഴ്സൺ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ. ദാറ്റ്സ് ഓൾ. വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ. ഞാൻ ആ ഒരു വൈബിൽ കാണുന്നുള്ളൂ. ഇതേ പോ നമ്പർ ഹമ്മു ഏതാ നമ്പർ? ഏതാ വണ്ടി? അതെ, നമ്പർ വണ്ടി മോനെ. HR വണ്ടിയാ. ഹമ്മു ഐ എം ഇൻ ലവ് വിത്ത് യു ബ്രോ. മോനെ GLS ഒക്കെ എടുക്കണം നോക്കിയേ. ഇതേ ഒരു C ക്ലാസ്, ബാക്ക് ടയർ ഒന്നും ഇല്ലാണ്ട് എടുക്കണം നോക്കിയ C ക്ലാസ്. ഇതുണ്ടോ, നോ ബാക്ക് ടയർ, ഫ്ലാറ്റ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയ ഒരു MH വണ്ടി, MH വണ്ടി, ഒരു റേഞ്ച് റോവർ. അതിനും ടയറൊന്നും ഇല്ല ഗൈസ്. ശോകം സെഡായി. ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അത് വേണ്ടവർക്ക് കൊടുത്തൂടല്ലേ. എൻ്റെ മോനെ ഗെയിൻ പോർഷെ കെയിനി കിടക്കണം നോക്കിയേ. സെഡായി ഗെയിൻ സെഡ്. എൻ്റെ ബ്രോ കെട്ടക്കണോക്കി പൊട്ടി പിടിച്ചിട്ട് വിഷമായി. അപ്പുറത്ത് കിടക്കുന്നുണ്ട്, അതേപോലെ അപ്പുറത്തെ സൈഡിലും. എന്താലേ. ഇനി നമുക്ക് സൽമാൻ ഖാന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇത്രയും ക്രൗഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഐ തിങ്ക് അത്രയും ചാൻസ് ഉണ്ടാവില്ല. ഷാരൂഖ് ഖാൻ വേറെ തന്നെ സീനാണല്ലോ. സൽമാൻ ഖാന്റെ അത്രയും ഫാൻ സ്പേസ് ഉണ്ടോ എന്ന് അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒന്നും അയക്കൊന്നും കിടക്കണില്ല. പക്ഷെ ഇത്ര അധികം ആൾക്കാരവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഉറൂസ് പോയി ഗൈസ്. ഉറൂസ് ലംബോ ഉറൂസ് മിസ്സായി. തിരിച്ചു പോയി പഠിക്കാനും പറ്റില്ല, അത് ഉറൂസ് ആയതുകൊണ്ട്. ലംബോർഗിനി ഉറൂസ് ലെഫ്റ്റ് മോഡലു. ഓക്കെ, എന്നിട്ടല്ലേ ഉറൂസൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഗാലക്സി ദേടാ, ദിസ് ഈസ് സൽമാൻ ഖാൻസ് ഹോം. ഗാലക്സി കണ്ട, ബാൻഡ്ര ബോംബെ. അതൊന്ന് തുറന്നിട്ട് വേറെ ആൾക്കാരൊക്കെ തന്നെ കണക്ഷൻ ആവൂലേ. അപ്പൊ ഇത് ഈ കാണാണ് സൽമാൻ ഖാന്റെ ഹോം. പക്ഷെ ഇവിടെ അത്ര ഗുമ്മു വൈബില്ല ഗൈസ്. ഷാരൂഖ് ഖാന്റെ നോക്കിയ സൽമാൻ ഖാന്റെ സെക്യൂരിറ്റി എടുക്കണം നോക്കിയാൽ നിങ്ങൾ. അതാണ് ഫോർച്യൂണർ, MLA, വീണ്ടും അഗൈൻ ഫോർച്യൂണർ, ഈ റേഞ്ച് റോവർ, ബാക്കിലത്തെ കിറുക്കന്മാരെ വണ്ടി, ആ സ്കോർപ്പിയോ, ഇതൊക്കെ സൽമാൻ ഖാന്റെ സെക്യൂരിറ്റി വണ്ടികളാണ് കേട്ടോ. പുള്ളിക്കാരൻ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പുള്ളിക്കാരൻ അബ്രോഡൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ ഷാരൂഖ് ഖാൻ അത്ര അട്രാക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ധാരാവി കണ്ടു, നമ്മൾ ഷാരൂഖ് ഖാൻ്റെ മന്നത്ത് കണ്ടു, സൽമാൻ ഖാൻ്റെ ഗാലക്സി കണ്ടു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളും കാഴ്ചകളും. ബാക്കിയെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. സൈനിങ് ഓഫ്. ദിസ് ഇസ് മോട്ടോഹോളിക് 390. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റണവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ.